ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പാരാലിമ്പിക്സിനെ കുറിച്ചിട്ടാണ്. അംഗവൈകല്യം സംഭവിച്ച ആൾക്കാർക്ക് വേണ്ടി നടക്കുന്ന ഗെയിംസ് ആണ് പാരാലിമ്പിക്സ്. ഇത് ഈ അടുത്ത കാലത്ത് 2022 പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. ശാരീരിക വൈകല്യം ബാധിച്ചവർക്ക് വേണ്ടിയിട്ട് നടക്കുന്ന അന്താരാഷ്ട്ര ഇവന്റ് ഏതെന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. അപ്പോൾ അംഗവൈകല്യം സംഭവിച്ച ആൾക്കാർക്ക് വേണ്ടി നടക്കുന്ന ഗെയിംസ് ആണ് ഇത് പാരാലിമ്പിക്സ്. ഒളിമ്പിക്സ് കഴിഞ്ഞ് അതേ വേദിയിലാണ് പാരാലിമ്പിക്സ് നടക്കുന്നത്. ഒളിമ്പിക്സ് കഴിഞ്ഞ് അതേ വേദിയിൽ. അപ്പോൾ ഒരിക്കൽ കൂടെ അംഗവൈകല്യം സംഭവിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്ത് നടക്കുന്നത്? പാരാലിമ്പിക്സ്. പിന്നെ ഒളിമ്പിക്സ് കഴിഞ്ഞ് അതേ വേദിയിലാണ് എന്ത് നടക്കുന്നത്? പാരാലിമ്പിക്സ്. ഒളിമ്പിക്സ് കഴിഞ്ഞ് അതേ വേദിയിലാണെങ്കിലും ചില വേദികളിൽ ചില മാറ്റങ്ങളുണ്ട്. അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരിക്കൽ കൂടെ അംഗവൈകല്യം സംഭവിച്ചവർക്ക് വേണ്ടിയിട്ടാണ് എന്ത് നടക്കുന്നത്? പാരാലിമ്പിക്സ്. പിന്നെ ഒളിമ്പിക്സ് കഴിഞ്ഞ് അതേ വേദിയിലാണ് എന്ത് നടക്കുന്നത്? പാരാലിമ്പിക്സ്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നട്ടലിന് പരിക്കേറ്റ ആൾക്കാർക്ക് വേണ്ടിയിട്ട് 1948 സംഘടിപ്പിച്ച സ്റ്റോക്ക് മാൻഡിവില്ലി ഗെയിംസ് ആണ് പാരാലിമ്പിക്സിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. അപ്പോൾ പാരാലിമ്പിക്സിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സ്റ്റോക്ക് മാൻഡിവില്ലി ഗെയിംസ് ആണ്. സ്റ്റോക്ക് മാൻഡിവില്ലി ഗെയിംസ്. അപ്പോൾ പാരാലിമ്പിക്സിന്റെ മുൻഗാമി ഏതാണ്? സ്റ്റോക്ക് മാൻഡിവില്ലി ഗെയിംസ്. ഈ സ്റ്റോക്ക് മാൻഡിവില്ലി ഗെയിംസ് ആരംഭിച്ചത് 1948 ഏത് വർഷമാണ്? 1948. ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നട്ടലിന് പരിക്കേറ്റ ആൾക്കാർക്ക് വേണ്ടിയിട്ട് 1948 സംഘടിപ്പിച്ച സ്റ്റോക്ക് മാൻഡിവില്ലി ഗെയിംസ് ആണ് പാരാലിമ്പിക്സിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇത് ആദ്യം നട്ടലിന് പരിക്കേറ്റ ആൾക്കാർക്ക് വേണ്ടി മാത്രമായിരുന്നു. പിന്നീട് അത് അംഗവൈകല്യം സംഭവിച്ച എല്ലാ ആൾക്കാർക്കുമായിട്ട് മാറി. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ ഒരിക്കൽ കൂടെ അംഗവൈകല്യം സംഭവിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്ത് നടക്കുന്ന? പാരാലിമ്പിക്സ്. ഒളിമ്പിക്സ് കഴിഞ്ഞ് അതേ വേദിയിലാണ് എന്ത് നടക്കുന്ന? പാരാലിമ്പിക്സ്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നട്ടലിന് പരിക്കേറ്റ ആൾക്കാർക്ക് വേണ്ടിയിട്ട് 1948 ആരംഭിച്ച സ്റ്റോക്ക് മാൻഡിവില്ലി ഗെയിംസ് ആണ് പാരാലിമ്പിക്സിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. അപ്പോൾ പാരാലിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ലുഡ്വിഗ് ഗുഡ്മാൻ ആണ്. പാരാലിമ്പിക്സിന്റെ പിതാവ് ആരാണ്? ലുഡ്വിഗ് ഗുഡ്മാൻ. എന്നാൽ പാരാലിമ്പിക്സ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റിയാണ്. ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റി. അപ്പോൾ പാരാലിമ്പിക്സ് സംഘടിപ്പിക്കുന്ന ആരാണ്? ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റിയാണ്, അതായത് IPC. അപ്പോൾ ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റി രൂപീകരിച്ച വർഷം 1989 സെപ്റ്റംബർ 22. അപ്പോൾ IPC രൂപീകരിച്ചത് ഏത് വർഷം? 1989 സെപ്റ്റംബർ 22. ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റിയാണ് പാരാലിമ്പിക്സ് സംഘടിപ്പിക്കുന്ന. ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റി രൂപീകരിച്ച വർഷം 1989 സെപ്റ്റംബർ 22. IPCയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്ന ജർമ്മനിയിലെ ബോൺ ആണ്. ജർമ്മനിയിൽ എവിടെയാണ്? ബോൺ. അപ്പോൾ ഒരിക്കൽ കൂടെ പാരാലിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ലുഡ്വിഗ് ഗുഡ്മാൻ. പാരാലിമ്പിക്സ് സംഘടിപ്പിക്കുന്ന ആരാണ്? ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റി. ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റി രൂപീകരിച്ച വർഷം 1989 സെപ്റ്റംബർ 22. IPCയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്ന ജർമ്മനിയിൽ എവിടെയാണ്? ബോൺ. ആദ്യത്തെ പാരാലിമ്പിക്സ് നടന്നത് 1960 റോമിലാണ്. ആദ്യത്തെ പാരാലിമ്പിക്സ് നടന്നത് 1960 എവിടെയാണ്? റോമിലാണ്. 23 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു ആദ്യത്തെ പാരാലിമ്പിക്സിൽ? 23 രാജ്യങ്ങൾ പങ്കെടുത്തു. അംഗവൈകല്യം സംഭവിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്ത് നടക്കുന്നത്? പാരാലിമ്പിക്സ്. ഒളിമ്പിക്സ് കഴിഞ്ഞ് അതേ വേദിയിലാണ് പാരാലിമ്പിക്സ് നടക്കുന്നത്. പാരാലിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ലുഡ്വിഗ് ഗുഡ്മാൻ ആണ്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നട്ടലിന് പരിക്കേറ്റ ആൾക്കാർക്ക് വേണ്ടിയിട്ട് 1948 സംഘടിപ്പിച്ച സ്റ്റോക്ക് മാൻഡിവില്ലി ഗെയിംസ് ആണ് പാരാലിമ്പിക്സിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന. പാരാലിമ്പിക്സ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റി. ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റി രൂപീകരിച്ച വർഷം 1989 സെപ്റ്റംബർ 22. IPCയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്ന ജർമ്മനിയിലെ ബോൺ. ആദ്യത്തെ പാരാലിമ്പിക്സ് നടന്ന വർഷം 1960 റോമിലാണ്. 23 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ഇനി പാരാലിമ്പിക്സ് നടന്ന ആദ്യ ഏഷ്യൻ നഗരം എന്നറിയപ്പെടുന്ന ടോക്കിയോ ആണ്. ആദ്യ ഏഷ്യൻ നഗരം ഏതാണ്? ടോക്കിയോ. അത് 1964. അപ്പോൾ പാരാലിമ്പിക്സ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ജപ്പാനാണ്. അത് ടോക്കിയോ എവിടെയാണ്? ജപ്പാനിലാണ്. അപ്പോൾ പാരാലിമ്പിക്സ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം ജപ്പാൻ, അല്ലെങ്കിൽ ആദ്യ ഏഷ്യൻ നഗരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോക്കിയോ ആണ്. അത് ഏത് വർഷം? 1964. ഈ 1964 ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട്
പ്രധാനപ്പെട്ട പ്രത്യേകത ഒളിമ്പിക്സ് നടന്ന ആദ്യ ഏഷ്യൻ നഗരം എന്നറിയപ്പെടുന്ന ടോക്കിയോ ആണ്. അത് ഏത് വർഷം? 1964 അല്ലാതെ 1964 പ്രത്യേകത ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണം ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയ വർഷം. അപ്പോൾ ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണം ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയത് 1964 ഏത് ഒളിമ്പിക്സിലാണ്? ടോക്കിയോ ഒളിമ്പിക്സിലാണ്. അപ്പോൾ ഒളിമ്പിക്സ് ദീപം കത്തിച്ചത് 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ്. ഒളിമ്പിക്സ് ദീപം ആദ്യം കത്തിച്ചത് 28 ഏത് ഒളിമ്പിക്സ്? ആംസ്റ്റർഡാം ഒളിമ്പിക്സ്. എന്നാൽ ദീപശിഖ പ്രയാണം ആരംഭിച്ചത് 1936 ബെർലിൻ ഒളിമ്പിക്സ് ആണ്. 36 ഏത് ഒളിമ്പിക്സ്? ബെർലിൻ ഒളിമ്പിക്സ്. ഇനി ദീപശിഖ പ്രയാണം ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയത് 1964 ടോക്കിയോ ഒളിമ്പിക്സ്. ഇനി ഒളിമ്പിക്സ് ദീപം ജലത്തിനടിയിലൂടെ ആദ്യമായിട്ട് കൊണ്ടുപോയത് 2000 സിഡ്നി ഒളിമ്പിക്സ് ആണ്. 2000 ഏത് ഒളിമ്പിക്സ്? സിഡ്നി ഒളിമ്പിക്സ്. ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫ് വഴി. അപ്പോൾ ഒളിമ്പിക്സ് ദീപം ആദ്യം കത്തിച്ചത് 1928 ഏത് ഒളിമ്പിക്സ്? ആംസ്റ്റർഡാം ഒളിമ്പിക്സ്. ദീപശിഖ പ്രയാണം ആരംഭിച്ച് 1936 ബെർലിൻ ഒളിമ്പിക്സ്. ദീപശിഖ പ്രയാണം ആദ്യമായി ഇന്ത്യയിലെത്തിയ വർഷം 1964 ടോക്കിയോ ഒളിമ്പിക്സ്. ഒളിമ്പിക്സ് ദീപം ജലത്തിനടിയിലൂടെ ആദ്യമായി കൊണ്ടുപോയത് 2000 സിഡ്നി ഒളിമ്പിക്സ് ആണ്. നമുക്ക് തിരിച്ച് പാരാലിമ്പിക്സിലോട്ട് വരാം. അപ്പോൾ 1964 പാരാലിമ്പിക്സിന്റെ വേദി എവിടെയാണ്? ജപ്പാനിലെ ടോക്കിയോ ആണ്. അതിന്റെ പ്രത്യേകത പാരാലിമ്പിക്സ് നടന്ന ആദ്യ ഏഷ്യൻ നഗരമാണ് ഇത് ടോക്കിയോ. നെക്സ്റ്റ്, പാരാലിമ്പിക്സിൽ ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുത്ത വർഷം 1968 ഇസ്രയേലിലെ ടെൽ അവൈവിൽ നടന്ന മത്സരത്തിലാണ്. അപ്പോൾ പാരാലിമ്പിക്സിൽ ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുത്തത് ഏത് വർഷം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വർഷം? 1968 ഇസ്രയേലിൽ എവിടെയാണ്? ടെൽ അവൈവ് ആണ്. ഇസ്രയേലിൽ എവിടെയാണ്? ടെൽ അവൈവ്. അപ്പോൾ ആദ്യത്തെ പാരാലിമ്പിക്സ് നടന്ന 1960 റോമില് എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു? 23 രാജ്യങ്ങൾ പങ്കെടുത്തു. പാരാലിമ്പിക്സ് നടന്ന ആദ്യ ഏഷ്യൻ നഗരം എന്നറിയപ്പെടുന്ന ടോക്കിയോ. അതേത് വർഷം? 1964. പാരാലിമ്പിക്സിന് ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുത്ത വർഷം 1968 ഇസ്രയേലിലെ ടെൽ അവൈവിൽ നടന്ന മത്സരം. ഇനി 2024 പാരാലിമ്പിക്സിന്റെ വേദി എന്നറിയപ്പെടുന്ന പാരീസ് ആണ്. അപ്പൊ 2024 പാരാലിമ്പിക്സിന്റെ വേദി എവിടെയാണ്? പാരീസ് ആണ്. അത് 17ാമത് പാരാലിമ്പിക്സ് ആയിരുന്നു. എത്രാമത് പാരാലിമ്പിക്സ്? 17ാമത് പാരാലിമ്പിക്സ്. 2024 പാരീസിൽ നടന്ന എത്രാമത് പാരാലിമ്പിക്സ് ആണ്? 17ാമത് പാരാലിമ്പിക്സ്. അപ്പൊ നമുക്ക് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും നോക്കാം. അംഗവൈകല്യം സംഭവിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്ത് നടക്കുന്നത്? പാരാലിമ്പിക്സ്. ഒളിമ്പിക്സ് കഴിഞ്ഞ അതേ വേദിയിലാണ് എന്ത് നടക്കുന്നത്? പാരാലിമ്പിക്സ്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നട്ടലിന് പരിക്കേറ്റ ആൾക്കാർക്ക് വേണ്ടിയിട്ട് 1948 ആരംഭിച്ച സ്റ്റോക്ക് മാൻഡിവില്ലി ഗെയിംസ് ആണ് പാരാലിമ്പിക്സിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. അപ്പോൾ പാരാലിമ്പിക്സിന്റെ മുൻഗാമി ഏതാണ്? സ്റ്റോക്ക് മാൻഡിവില്ലി ഗെയിംസ്. പാരാലിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ലുഡ്വിഗ് ഗുഡ്മാൻ. ആദ്യത്തെ പാരാലിമ്പിക്സ് നടന്ന വർഷം 1960 റോമിലാണ്. 60 എവിടെയാണ്? റോമിലാണ്. പാരാലിമ്പിക്സിൽ ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുത്ത വർഷം 1968 ഇസ്രയേലിലെ ടെൽ അവൈവിൽ നടന്ന മത്സരം. ഇനി പാരാലിമ്പിക്സ് നടന്ന ആദ്യ ഏഷ്യൻ നഗരം എന്നറിയപ്പെടുന്ന ടോക്കിയോ ആണ്. അതേത് വർഷം? 1964. പാരാലിമ്പിക്സ് സംഘടിപ്പിക്കുന്ന ആരാണ്? ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റി. ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റി രൂപീകരിച്ച വർഷം 1989 സെപ്റ്റംബർ 22. IPCയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്ന ജർമ്മനിയിലെ ബോൺ. ആദ്യ പാരാലിമ്പിക്സ് നടന്ന ഏത് വർഷം? 1960 റോമില്. 23 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു? 23 രാജ്യങ്ങൾ. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയത് ആര് ചോദിച്ചു കഴിഞ്ഞാല് മുരളീകാന്ത് പേഡ്കർ ആണ്. അപ്പൊ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയത് ആര്? മുരളീകാന്ത് പേഡ്കർ. മുരളീകാന്ത് പേഡ്കറിന് മെഡൽ ലഭിച്ചത് 1972 ഹൈഡൽബർഗിൽ നടന്ന മത്സരത്തിലാണ്. എവിടെയാണ്? ഹൈഡൽബർഗിൽ നടന്ന മത്സരത്തില് നീന്തലിലാണ് മെഡൽ ലഭിച്ചത്. ഏതാണ്? നീന്തല്. ഇപ്പൊ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയത് ആരാണ്? മുരളീകാന്ത് പേഡ്കർ. അത് ഏത് വർഷം? 1972 എവിടെ നടന്ന മത്സരം? ഹൈഡൽബർഗിൽ നടന്ന മത്സരം. ഏതിലാണ് മെഡൽ ലഭിച്ചത്? നീന്തലിലാണ്. 50 മീറ്ററിലാണ് മുരളീകാന്ത് പേഡ്കറിന് മെഡൽ ലഭിച്ചത്. എത്ര മീറ്ററിലാണ്? 50 മീറ്ററിൽ. അതായത് 37.33 സെക്കൻഡില് റെക്കോർഡോട് കൂടിയിട്ടാണ് ഇദ്ദേഹത്തിന് ഗോൾഡ് മെഡൽ ലഭിച്ചത്. അപ്പൊ ഇദ്ദേഹത്തിന് ലഭിച്ചത് ഏത് മെഡലാണ്? ഗോൾഡ് മെഡൽ. അപ്പൊ പരീക്ഷയ്ക്ക് പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണം നേടിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? മുരളീകാന്ത് പേഡ്കർ. അപ്പൊ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയത് മുരളീകാന്ത് പേഡ്കർ. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണം നേടിയത് ആര്? മുരളീകാന്ത് പേഡ്കർ. അപ്പൊ ഒരിക്കൽ കൂടെ
പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയതാരാണ്? മുരളീകാന്ത് പേഡ്കർ. ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണം നേടിയത് ആരും ചോദിച്ചാൽ ആരാണ്? മുരളീകാന്ത് പേഡ്കർ. അപ്പൊ ഇദ്ദേഹം ഏത് വർഷം? 1972 ഹൈഡൽബർഗിൽ നടന്ന മത്സരത്തിലാണ്. ഏതിലാണ് മെഡൽ ലഭിച്ചത്? നീന്തലിലാണ് മെഡൽ ലഭിച്ചത്. എത്ര മീറ്ററിലാണ് മെഡൽ ലഭിച്ചത്? 50 മീറ്ററിൽ. അതായത് 37.33 സെക്കൻഡ് റെക്കോർഡോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിന് ഗോൾഡ് മെഡൽ ലഭിച്ചത്. ഇനി പാരാലിമ്പിക്സിൽ ഈ മുരളീകാന്ത് പേഡ്കർ ഏത് സംസ്ഥാനക്കാരൻ ചോദിച്ചാൽ മഹാരാഷ്ട്രക്കാരനാണ്. എവിടത്തുകാരനാണ് ഇദ്ദേഹം? മഹാരാഷ്ട്രക്കാരനാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ ഒരു കൂടെ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയത് മുരളീകാന്ത് പേഡ്കർ. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണം നേടിയത് മുരളീകാന്ത് പേഡ്കർ. മുരളീകാന്ത് പേഡ്കറിന് ഗോൾഡ് മെഡലാണ് ലഭിച്ചത്. ഗോൾഡ് മെഡൽ ലഭിച്ചത് ഏത് വർഷം? 1972 ഹൈഡൽബർഗിൽ നടന്ന മത്സരത്തില് നീന്തലിലാണ് മെഡൽ ലഭിച്ചത്. 50 മീറ്ററിലാണ് മെഡൽ ലഭിച്ചത്. 37.33 സെക്കൻഡില് റെക്കോർഡിട്ടാണ് ഇദ്ദേഹം ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയത്. അപ്പൊ ഇദ്ദേഹം എവിടത്തുകാരനാണ്? മഹാരാഷ്ട്രക്കാരൻ. 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്താണ് ഇദ്ദേഹത്തിന് അംഗവൈകല്യം സംഭവിച്ചത്. അപ്പൊ ഇദ്ദേഹത്തിന് അംഗവൈകല്യം സംഭവിച്ചത് 1965 ഏത് യുദ്ധ സമയത്ത്? ഇന്ത്യ പാക് യുദ്ധ സമയത്ത്. അപ്പൊ പാരാലിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ലുഡ്വിഗ് ഗുഡ്മാൻ. ആദ്യത്തെ പാരാലിമ്പിക്സ് നടന്ന ഏത് വർഷം? 1960 റോമില്. പാരാലിമ്പിക്സിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സ്റ്റോക്ക് മാൻഡിവില്ലി ഗെയിംസ്. പാരാലിമ്പിക്സ് നടന്ന ആദ്യ ഏഷ്യൻ നഗരം എന്നറിയപ്പെടുന്ന ടോക്കിയോ. അത് ഏത് വർഷം? 1964. പാരാലിമ്പിക്സിൽ ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുത്ത വർഷം 1968 ഇസ്രയേലിലെ ടെൽ അവൈവിൽ നടന്ന മത്സരം. നെക്സ്റ്റ്, പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയ വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദീപ മാലിക് ആണ്. ആരാണ്? ദീപ മാലിക്. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയ വനിത ആരാണ്? ദീപ മാലിക്. ദീപ മാലിക്കിന് മെഡൽ ലഭിച്ചത് 2016 റിയോ ഡി ജനീറോയിൽ നടന്ന മത്സരത്തില് ഷോർട്ട് പുട്ടിലാണ് മെഡൽ ലഭിച്ചത്. ഏത് മെഡലാണ് ദീപ മാലിക് ലഭിച്ചതെന്ന് ചോദിച്ചാൽ വെള്ളി മെഡലായിരുന്നു. ഏത് മെഡലാണ്? വെള്ളി മെഡൽ. അപ്പൊ ദീപ മാലിക് ഹരിയാന സ്വദേശിയാണ്. എവിടുത്തെ കാര്യമാണ്? ഹരിയാന സ്വദേശി. അപ്പോൾ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയ വനിതയാണ് ആര്? ദീപ മാലിക്. ദീപ മാലിക്കിന് ഏതിലാണ് മെഡൽ ലഭിച്ചത്? ഷോർട്ട് പുട്ടിലാണ്. ഏത് വർഷം? 2016 റിയോ ഡി ജനീറോയിൽ നടന്ന മത്സരത്തില്. റിയോ ഡി ജനീറോ. ഏത് മെഡലാണ് ലഭിച്ചത്? വെള്ളി മെഡലാണ്. അപ്പൊ ദീപ മാലിക് എവിടത്തുകാരിയാണ്? ഹരിയാന സ്വദേശിയാണ്. അപ്പൊ ഈ ദീപ മാലിക്കിന്റെ പ്രത്യേകത, ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ പാരാലിമ്പിക്സ് വനിതയാണ് ആര്? ദീപ മാലിക്. അതായത് ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ പാരാലിമ്പിക് വനിതയാണ് ആര്? ദീപ മാലിക്. അപ്പൊ ഒരിക്കൽ കൂടെ, പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയത് മുരളീകാന്ത് പേഡ്കർ. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണം നേടിയത് മുരളീകാന്ത് പേഡ്കർ. മുരളീകാന്ത് പേഡ്കറിന് ഗോൾഡ് മെഡലാണ് ലഭിച്ചത്. അത് 1972 ഹൈഡൽബർഗിൽ നടന്ന മത്സരത്തില് നീന്തലിലാണ് മെഡൽ ലഭിച്ചത്. 50 മീറ്ററിലാണ്. 37.33 സെക്കൻഡില് റെക്കോർഡിട്ടാണ് ഇദ്ദേഹം ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയത്. അപ്പൊ ഇദ്ദേഹം എവിടത്തുകാരൻ ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര സ്വദേശിയാണ്. 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്താണ് മുരളീകാന്ത് പേഡ്കറിന് അംഗവൈകല്യം സംഭവിച്ചത്. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയ വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീപ മാലിക്. ദീപ മാലിക്കിന് മെഡൽ ലഭിച്ച ഷോർട്ട് പുട്ടില് 2016 റിയോ ഡി ജനീറോയിൽ നടന്ന മത്സരത്തില് വെള്ളി മെഡലാണ് ലഭിച്ചത്. ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ പാരാലിമ്പിക് വനിതയാണ് ദീപ മാലിക്. ഇനി പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണം നേടിയ വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവനി ലഖാരയാണ്. ആരാണ്? അവനി ലഖാര. അത് 2020 ടോക്കിയോയിൽ നടന്ന മത്സരത്തിലാണ്. ഷൂട്ടിങ്ങിലാണ് അവനി ലഖാരയ്ക്ക് ഗോൾഡ് മെഡൽ ലഭിച്ചത്. 10 മീറ്റർ എയർ റൈഫിൾസിലാണ് മെഡൽ ലഭിച്ചത്. അപ്പൊ ഒരിക്കലും പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണം നേടിയ വനിതയാണ് ആര്? അവനി ലഖാര. അവനി ലഖാരയ്ക്ക് ഏതിലാണ് മെഡൽ ലഭിച്ചത്? ഷൂട്ടിങ്ങിലാണ് മെഡൽ ലഭിച്ചത്. 10 മീറ്റർ എയർ റൈഫിൾസിലാണ് ലഭിച്ചത്. അത് ഏത് വർഷം? 2020 ടോക്കിയോയിൽ നടന്ന മത്സരത്തിൽ. 2020 ടോക്കിയോയിൽ നടന്ന മത്സരത്തില് അവനി ലഖാര ഏത് സംസ്ഥാനത്തുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് രാജസ്ഥാനിലുള്ളതാണ്. അവനി ലഖാര. ര ഓർമ്മിച്ചാൽ മതി. അവനി ലഖാര, ഏറ്റവും അവസാനം ര, അത് ആലോചിച്ചാലും മതി. രാജസ്ഥാൻ സ്വദേശിയാണ്. ആരാണ്? രാജസ്ഥാൻ സ്വദേശി. അപ്പൊ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണം നേടിയ വനിതയാര്? അവനി ലഖാര. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണം നേടിയത് ആരാണ്? മുരളീകാന്ത് പേഡ്കർ. ഇനി പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2 മെഡൽ നേടിയ ആദ്യ വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അവനി ലഖാരയാണ്. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി
2 മെഡൽ നേടിയ ആദ്യ വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അവനി ലഖാര. അത് 2020 ടോക്കിയോയിൽ നടന്ന മത്സരത്തിലാണ്. 10 മീറ്ററിൽ ഗോൾഡ് ലഭിച്ചു. പിന്നെ 50 മീറ്റർ എയർ റൈഫിൾസിൽ ബ്രോൺസ് ലഭിച്ചു. അപ്പോൾ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2 മെഡൽ നേടിയ ആദ്യ വനിതയാണ് ആര്? അവനി ലഖാര. അത് ഏത് വർഷം? 2020 ടോക്കിയോയിൽ നടന്ന മത്സരത്തില് 10 മീറ്റർ എയർ റൈഫിൾസിൽ ഗോൾഡ് ലഭിച്ചു. പിന്നെ 50 മീറ്റർ എയർ റൈഫിൾസിൽ ബ്രോൺസ് ലഭിച്ചു. അപ്പോൾ 10 മീറ്ററിൽ ഗോൾഡും 50 മീറ്ററിൽ ബ്രോൺസുമാണ് ലഭിച്ചത്. ക്ലിയർ ആണല്ലോ അല്ലേ? പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2 സ്വർണം നേടിയ ആദ്യ വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അവനി ലഖാരയാണ്. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2 സ്വർണം നേടിയ ആദ്യ വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അവനി ലഖാര. അവനി ലഖാരയ്ക്ക് 2020 ടോക്കിയോയിൽ ഗോൾഡ് മെഡൽ ലഭിച്ചു. പിന്നെ 2024 പാരീസിൽ നടന്ന മത്സരത്തിലും ഗോൾഡ് ലഭിച്ചു. രണ്ടും 10 മീറ്റർ എയർ റൈഫിൾസിലാണ് ഗോൾഡ് ലഭിച്ചു. ഓർമ്മിച്ചിരുന്നാൽ മതി. അപ്പോൾ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2 സ്വർണം നേടിയ ആദ്യ വനിതയാണ് ആര്? അവനി ലഖാര. അത് 2020 ടോക്കിയോയിൽ ഗോൾഡ് ലഭിച്ചു. 2024 പാരീസിലും ഗോൾഡ് ലഭിച്ചു. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയ വനിത ചോദിച്ചു കഴിഞ്ഞാൽ ദീപ മാലിക്. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണം നേടിയ വനിത അവനി ലഖാര. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2 മെഡൽ നേടിയ ആദ്യ വനിത അവനി ലഖാര. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2 സ്വർണം നേടിയ ആദ്യ വനിത അവനി ലഖാര. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി തുടർച്ചയായി 2 സ്വർണം നേടിയ ആദ്യ വനിതയാണ് അവനി ലഖാര. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി തുടർച്ചയായി 2 സ്വർണം നേടിയ ആദ്യ വനിതയാണ് ആര്? അവനി ലഖാര. അത് 2020 പാരാലിമ്പിക്സ്, അതായത് 2020 ടോക്കിയോ പാരാലിമ്പിക്സിൽ ഗോൾഡ് മെഡൽ ലഭിച്ചു. പിന്നെ 2024 പാരീസ് പാരാലിമ്പിക്സിലും ഗോൾഡ് മെഡൽ ലഭിച്ചു. അതാണ് തുടർച്ചയായി 2 പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയ ആദ്യ വനിത ആരാണ്? അവനി ലഖാര. അപ്പൊ ഒരിക്കലും നോക്കാം. അംഗവൈകല്യം സംഭവിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്ത് നടക്കുന്ന? പാരാലിമ്പിക്സ്. ഒളിമ്പിക്സ് കഴിഞ്ഞ് അതേ വേദിയിലാണ് എന്ത് നടക്കുന്ന? പാരാലിമ്പിക്സ്. 2ാം ലോക മഹായുദ്ധ സമയത്ത് നട്ടലിന് പരിക്കേറ്റ ആൾക്കാർക്ക് വേണ്ടിയിട്ട് 1948 ആരംഭിച്ച സ്റ്റോക്ക് മാൻഡെവില്ലി ഗെയിംസ് ആണ് പാരാലിമ്പിക്സിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. പാരാലിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ലുഡ്വിഗ് ഗുഡ്മാൻ. ആദ്യത്തെ പാരാലിമ്പിക്സ് നടന്ന 1960 റോമില് 23 രാജ്യങ്ങൾ പങ്കെടുത്തു. പാരാലിമ്പിക്സ് നടന്ന ആദ്യ ഏഷ്യൻ നഗരം എന്നറിയപ്പെടുന്ന ടോക്കിയോ, അത് 1964. പാരാലിമ്പിക്സിൽ ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുത്ത വർഷം 1968 ഇസ്രയേലിലെ ടെൽ അവീവിൽ നടന്ന മത്സരത്തില്. പാരാലിമ്പിക്സ് സംഘടിപ്പിക്കുന്ന ആരാണ്? ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റി. IPC രൂപീകരിച്ച വർഷം 1989 സെപ്റ്റംബർ 22. IPCയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്ന ജർമ്മനിയിലെ ബോൺ ആണ്. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയത് മുരളീകാന്ത് പേട്കർ. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണം നേടിയതും മുരളീകാന്ത് പേട്കർ. അത് 1972 ഹൈഡൽബർഗിൽ നടന്ന മത്സരത്തില് നീന്തലിലാണ് മെഡൽ ലഭിച്ചത്. 50 മീറ്ററിൽ 37.33 സെക്കൻഡില് റെക്കോർഡ് ഇട്ടാണ് ഇദ്ദേഹം ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയത്. ഇദ്ദേഹം മഹാരാഷ്ട്ര സ്വദേശിയാണ്. ഇനി 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്താണ് ഇദ്ദേഹത്തിന് അംഗവൈകല്യം സംഭവിച്ചത്. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ ആദ്യ വനിതയാണ് ദീപ മാലിക്. ദീപ മാലിക്കിന് മെഡൽ ലഭിച്ച 2016 റിയോ ഡി ജനീറോയിൽ നടന്ന മത്സരത്തില്. റിയോ ഡി ജനീറോ എവിടെയാണ്? ബ്രസീലിലാണ്. അപ്പൊ റിയോ ഡി ജനീറോയിൽ നടന്ന മത്സരത്തിലാണ് ദീപ മാലിക്കിന് മെഡൽ ലഭിച്ചത്. ഏത് മെഡലാണ് ലഭിച്ചത്? വെള്ളി മെഡൽ. ഏതിലാണ് ദീപ മാലിക്കിന് മെഡൽ ലഭിച്ചത്? ഷോട്ട് പുട്ടിലാണ് മെഡൽ ലഭിച്ചത്. ദീപ മാലിക്കിന്റെ പ്രത്യേകത, ഖേൽരത്ന പുരസ്കാരം ലഭിച്ച, അതായത് ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ പാരാലിമ്പിക് വനിതയാണ് ദീപ മാലിക്. ദീപ മാലിക് ഹരിയാന സ്വദേശിയാണ്. ഇനി പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണം നേടിയ വനിതയാണ് അവനി ലഖാര. അവനി ലഖാരയ്ക്ക് മെഡൽ ലഭിച്ചത് 2020 ടോക്കിയോയിൽ നടന്ന മത്സരത്തില് 10 മീറ്റർ എയർ റൈഫിൾസിലാണ് ഗോൾഡ് മെഡൽ ലഭിച്ചത്. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2 മെഡൽ നേടിയ ആദ്യ വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആര് തന്നെയാണ്? അവനി ലഖാര. അവനി ലഖാരയ്ക്ക് ലഭിച്ചത് 2020 ടോക്കിയോയിൽ തന്നെയാണ്. 10 മീറ്റർ എയർ റൈഫിൾസിൽ ഗോൾഡ് ലഭിച്ചു. 50 മീറ്റർ എയർ റൈഫിൾസിൽ ബ്രോൺസ് ലഭിച്ചു. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2 സ്വർണം നേടിയ ആദ്യ വനിതയാണ് അവനി ലഖാര. അവനി ലഖാരയ്ക്ക് 2020 ടോക്കിയോയില് ഗോൾഡ് ലഭിച്ചിട്ടുണ്ട്. ഇനി 2024 പാരീസ് പാരാലിമ്പിക്സിലും ഗോൾഡ് ലഭിച്ചു. തുടർച്ചയായി 2 പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണം നേടിയ വനിതയാണ് അവനി ലഖാര.
അത് 2020 ടോക്കിയോ പാരാലിമ്പിക്സിൽ ഗോൾഡ് ലഭിച്ചു. 2024 പാരീസ് പാരാലിമ്പിക്സിലും ഗോൾഡ് ലഭിച്ചു. ഈ അവനി ലഖാര എവിടുത്തുകാരിയാണ്? രാജസ്ഥാൻ സ്വദേശിയാണ്. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2 സ്വർണം നേടിയ ആദ്യ വ്യക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദേവേന്ദ്ര ജജാരിയാണ്. ആരാണ്? ദേവേന്ദ്ര ജജാരിയ. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2 സ്വർണം നേടിയ ആദ്യ വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനി ലഖാര. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2 സ്വർണം നേടിയ ആദ്യ വ്യക്തിയാണ് ആര്? ദേവേന്ദ്ര ജജാരിയ. അപ്പൊ ദേവേന്ദ്ര ജജാരിയക്ക് മെഡൽ ലഭിച്ചത് ജാവലിൻ ത്രോയിലാണ് മെഡൽ ലഭിച്ചത്. 2004 ഏതൻസിലാണ് ഗോൾഡ് മെഡൽ ലഭിച്ചത്. പിന്നീട് 2016 റിയോ ഡി ജനീറോയിൽ നടന്ന മത്സരത്തിലും ലഭിച്ചു. റിയോ ഡി ജനീറോയിൽ. അപ്പൊ ഏതൊക്കെ വർഷമാണ് ദേവേന്ദ്ര ജജാരിയക്ക് ലഭിച്ച? 2004 ഏതൻസിലും 2016 റിയോ ഡി ജനീറോയിൽ നടന്ന മത്സരം. ഇദ്ദേഹത്തിന് മെഡൽ ലഭിച്ച ഏതിലാണ്? ജാവലിൻ ത്രോയില്. ഇദ്ദേഹവും രാജസ്ഥാൻ സ്വദേശിയാണ്. ഇപ്പൊ ദേവേന്ദ്ര ജജാരിയ എവിടുത്തുകാരനാണ്? രാജസ്ഥാൻ സ്വദേശിയാണ്. അപ്പൊ ഒരിക്കൽ ഇവിടെ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2 സ്വർണം നേടിയ ആദ്യ വ്യക്തിയാണ് ആര്? ദേവേന്ദ്ര ജജാരിയ. അപ്പൊ ദേവേന്ദ്ര ജജാരിയക്ക് ലഭിച്ച 2004 ഏതൻസിലും 2016 റിയോ ഡി ജനീറോയിൽ നടന്ന മത്സരത്തില്. ഏതിലാണ് മെഡൽ ലഭിച്ച? ജാവലിൻ ത്രോയില്. ഇനി ഇദ്ദേഹം എവിടുത്തുകാരനാണ്? രാജസ്ഥാൻ സ്വദേശിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകള്: പത്മശ്രീ ലഭിച്ച ആദ്യ പാരാലിമ്പിക്സ് താരം. ഓർമ്മിച്ചോളാം, പത്മശ്രീ ലഭിച്ച ആദ്യ പാരാലിമ്പിക്സ് താരം, പത്മഭൂഷൺ ലഭിച്ച ആദ്യ പാരാലിമ്പിക്സ് താരം. അപ്പൊ ഏതൊക്കെയാണ്? പത്മശ്രീ ലഭിച്ച ആദ്യ പാരാലിമ്പിക്സ് താരം, പത്മഭൂഷൺ ലഭിച്ച ആദ്യ പാരാലിമ്പിക്സ് താരം, ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ പാരാലിമ്പിക്സ് താരമാണ് ആര്? ദേവേന്ദ്ര ജജാരിയ. നമ്മൾ നേരത്തെ പഠിച്ച ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ പാരാലിമ്പിക് വനിതയാണ് ആര്? ദീപ മാലിക്. ഇവിടെ ഖേൽരത്ന പുരസ്കാരം അല്ലെങ്കിൽ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ പാരാലിമ്പിക് വനിതയാണ് ആര്? ദീപ മാലിക്. ഇനി ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ പാരാലിമ്പിക് താരം ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ദേവേന്ദ്ര ജജാരിയ. അതുപോലെ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2ാമത് സ്വർണം നേടിയ വ്യക്തിയാണ് ആര്? ദേവേന്ദ്ര ജജാരിയ. അപ്പൊ ആദ്യം പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയത് ആര്? മുരളീകാന്ത് പേഡ്കർ. അതായത് 1972 ഹൈഡൽബർഗിൽ നടന്ന മത്സരം. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇന്ത്യക്ക് പാരാലിമ്പിക്സിൽ ഒരു ഗോൾഡ് മെഡൽ ലഭിക്കുന്ന 2004 ഏതൻസിൽ നടന്ന മത്സരത്തിലാണ്. ആർക്കാണ്? ദേവേന്ദ്ര ജജാരിയക്ക്. അതാണ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2ാമത് സ്വർണം നേടിയ വ്യക്തിയാണ് ആര്? ദേവേന്ദ്ര ജജാരിയ. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകള്: പത്മശ്രീ ലഭിച്ച ആദ്യ പാരാലിമ്പിക്സ് താരം, പത്മഭൂഷൺ ലഭിച്ച ആദ്യ പാരാലിമ്പിക്സ് താരം, ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ പാരാലിമ്പിക്സ് താരം, പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2ാമത് സ്വർണം നേടിയ വ്യക്തി, പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2 സ്വർണം നേടിയ ആദ്യ വ്യക്തിയാണ് ആര്? ദേവേന്ദ്ര ജജാരിയ. ഇനി പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ഹൈ ജമ്പിൽ ആദ്യമായിട്ട് സ്വർണം നേടിയത് മാരിയപ്പൻ തങ്കവേലു ആണ്. ആരാണ്? മാരിയപ്പൻ തങ്കവേലു. അത് 2016 റിയോ ഡി ജനീറോയിൽ നടന്ന മത്സരത്തിലാണ് ഗോൾഡ് മെഡലാണ് ലഭിച്ചത്. ഇദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ്. ആര്? മാരിയപ്പൻ തങ്കവേലു. അപ്പോൾ ഹൈ ജമ്പിൽ ഇന്ത്യക്ക് വേണ്ടി പാരാലിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയത് അല്ലെങ്കിൽ സ്വർണം നേടിയത് ആരാണ്? മാരിയപ്പൻ തങ്കവേലു ആണ്. ആരാണ്? മാരിയപ്പൻ തങ്കവേലു. ഇദ്ദേഹം എവിടത്തുകാരനാണ്? തമിഴ്നാട് സ്വദേശിയാണ്. ഇദ്ദേഹത്തിന് ഗോൾഡ് മെഡൽ ലഭിച്ചത് ഏത് വർഷം? 2016 റിയോ ഡി ജനീറോയിൽ നടന്ന മത്സരത്തില്. തൊട്ടടുത്ത വർഷമാണ് ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത് ഏത് വർഷം? 2017. ഇനി ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം മാരിയപ്പൻ തങ്കവേലു ലഭിച്ചത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ 2020. ഏത് വർഷമാണ്? 2020. ഇത് അറിഞ്ഞിരിക്കുക. ഈ അടുത്ത കാലത്ത് ഒരു പരീക്ഷയ്ക്ക് താഴെ കൊടുത്തിരിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് മാരിയപ്പൻ തങ്കവേലുവിന് ഗോൾഡ് മെഡൽ ലഭിച്ച വർഷം, അതുപോലെ തന്നെ അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ച വർഷം, ഇതൊക്കെയാണ് കൊടുത്തിരുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഹൈ ജമ്പിൽ ഇന്ത്യക്ക് വേണ്ടി പാരാലിമ്പിക്സിൽ ആദ്യമായിട്ട് സ്വർണം നേടിയത് മാരിയപ്പൻ തങ്കവേലു. അദ്ദേഹം എവിടുത്തുകാരനാണ്? തമിഴ്നാട് സ്വദേശി. ഏത് വർഷം? 2016 റിയോ ഡി ജനീറോയിൽ നടന്ന മത്സരത്തിലാണ് മാരിയപ്പൻ തങ്കവേലുവിന് ഗോൾഡ് മെഡൽ ലഭിച്ചത്. മാരിയപ്പൻ തങ്കവേലുവിന് പത്മശ്രീ ലഭിച്ചത് 2017. ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിക്കുന്നത് 2020. ഇനി ഇദ്ദേഹത്തിന്റെ പ്രത്യേകത: തുടർച്ചയായി 3 പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ ആദ്യ അത്ലറ്റ് ആണ് ആര്? മാരിയപ്പൻ തങ്കവേലു. അപ്പൊ തുടർച്ചയായി പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 3 മെഡൽ നേടിയ ആദ്യ അത്ലറ്റ് അല്ലെങ്കിൽ ആദ്യ ഇന്ത്യൻ അത്ലറ്റ് ആണ് ആര്? മാരിയപ്പൻ തങ്കവേലു. അതായത് 2016 റിയോ ഡി ജനീറോയിൽ നടന്ന മത്സരത്തില് ഗോൾഡ് മെഡൽ ലഭിച്ചു. ഇനി 2020 ടോക്കിയോയിൽ നടന്ന
മത്സരത്തില് വെള്ളി മെഡൽ ലഭിച്ചു. ഇനി 2024 പാരീസിൽ നടന്ന മത്സരത്തില് വെങ്കലം ലഭിച്ചു. അപ്പൊ നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക, തുടർച്ചയായി 3 പാരാലിമ്പിക്സിൽ, അതായത് 2016, 2020, 2024. 16 ഗോൾഡ് മെഡൽ ലഭിച്ചു, പിന്നെ 20 വെള്ളി ലഭിച്ചു, 24 വെങ്കലം ലഭിച്ചു. ആ ഓർഡറിൽ ഒന്ന് ഓർമ്മിച്ചിരുന്നത്, ആദ്യം ഗോൾഡ്, രണ്ടാമത് സിൽവർ, മൂന്നാമത് വെങ്കലം. ക്ലിയർ ആണല്ലോ? അപ്പൊ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി തുടർച്ചയായി 3 മെഡൽ നേടിയ ആദ്യ അത്ലറ്റ് ആണ് ആര്? മാരിയപ്പൻ തങ്കവേലു. ഈ മാരിയപ്പൻ തങ്കവേലുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഇറങ്ങിയ സിനിമയാണ് മാരിയപ്പൻ എന്ന സിനിമ. ഏത് സിനിമയാണ്? മാരിയപ്പൻ. ഈ സിനിമ സംവിധാനം ചെയ്തത് ഐശ്വര്യ ധനുഷാണ്. ആരാണ്? ഐശ്വര്യ ധനുഷ്. ഈ സിനിമയില് മാരിയപ്പനായിട്ട് അഭിനയിച്ചത് സന്തോഷ് വേലുമുരുകനാണ്. സന്തോഷ് വേലുമുരുകൻ. മാരിയപ്പൻ തങ്കവേലുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഇറങ്ങിയ സിനിമയാണ് മാരിയപ്പൻ എന്ന സിനിമ. ഈ സിനിമ സംവിധാനം ചെയ്ത ഐശ്വര്യ ധനുഷ്. ഈ സിനിമയില് മാരിയപ്പനായിട്ട് അഭിനയിച്ചത് സന്തോഷ് വേലുമുരുകൻ. അപ്പൊ ഒരിക്കലും നമുക്ക് നോക്കാം. ദേവേന്ദ്ര ജജാരിയും മാരിയപ്പൻ തങ്കവേലു. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2 സ്വർണം നേടിയ ആദ്യ വ്യക്തിയാണ് ദേവേന്ദ്ര ജജാരിയ. അതായത് 2004 ഏതൻസില് ഗോൾഡ് മെഡൽ ലഭിച്ചു. 2016 റിയോ ഡി ജനീറോയിൽ നടന്ന മത്സരത്തിലും ഗോൾഡ് ലഭിച്ചു. ഏതിലാണ് മെഡൽ ലഭിക്കുന്നത്? ദേവേന്ദ്ര ജജാരിയയ്ക്ക് ജാവലിൻ ത്രോയിലാണ് മെഡൽ ലഭിച്ചത്. ഈ ദേവേന്ദ്ര ജജാരിയ രാജസ്ഥാൻ സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകതകള്: പത്മശ്രീ ലഭിച്ച ആദ്യ പാരാലിമ്പിക്സ് താരം, പത്മഭൂഷൺ ലഭിച്ച ആദ്യ പാരാലിമ്പിക്സ് താരം, ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ പാരാലിമ്പിക്സ് താരം. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2ാമത് സ്വർണം നേടിയ വ്യക്തിയാണ് ആര്യ? ദേവേന്ദ്ര ജജാരിയ. ഇനി പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ഹൈ ജമ്പിൽ ആദ്യമായി സ്വർണം നേടിയത് മാരിയപ്പൻ തങ്കവേലു. മാരിയപ്പൻ തങ്കവേലു തമിഴ്നാട് സ്വദേശിയാണ്. മാരിയപ്പൻ തങ്കവേലുവിന് മെഡൽ ലഭിച്ച 2016 റിയോ ഡി ജനീറോയിൽ നടന്ന മത്സരത്തില് ഗോൾഡ് മെഡൽ ലഭിച്ചു. മാരിയപ്പൻ തങ്കവേലുവിന് പത്മശ്രീ ലഭിച്ച വർഷം 2017. മാരിയപ്പൻ തങ്കവേലുവിന് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് ഏത് വർഷം? 2020. തുടർച്ചയായി 3 പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ അത്ലറ്റാണ് മാരിയപ്പൻ തങ്കവേലു. അതായത് 2016 റിയോ ഡി ജനീറോയിൽ നടന്ന മത്സരത്തില് ഗോൾഡ് ലഭിച്ചു. 2020 ടോക്കിയോയിൽ നടന്ന മത്സരത്തില് വെള്ളി ലഭിച്ചു. 2024 പാരീസിൽ നടന്ന മത്സരത്തില് വെങ്കല മെഡൽ ലഭിച്ചു. മാരിയപ്പൻ തങ്കവേലുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഇറങ്ങിയ സിനിമയാണ് മാരിയപ്പൻ. ഈ സിനിമയില് മാരിയപ്പനായിട്ട് അഭിനയിച്ചത് സന്തോഷ് വേലുമുരുകൻ. ഈ സിനിമ സംവിധാനം ചെയ്തത് ഐശ്വര്യ ധനുഷാണ്. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ ആദ്യ IAS ഓഫീസറാണ് സുഹാസ് എദി രാജാണ്. ആരാണ്? സുഹാസ് എദി രാജ. 2020 ടോക്കിയോയിൽ നടന്ന മത്സരത്തിലാണ് സുഹാസ് എദി രാജന് മെഡൽ ലഭിച്ചത്. ബാഡ്മിന്റണിലാണ് മെഡൽ ലഭിച്ചത്. അത് ലഭിച്ചത് ഏത് മെഡലാണ്? വെള്ളി മെഡലാണ് ലഭിച്ചത്. അപ്പൊ ഏത് മെഡലാണ് ലഭിച്ചത്? വെള്ളി മെഡൽ. ഈ സുഹാസ് എദി രാജ എവിടുത്തെ കാര്യമാണ്? കർണാടക സ്വദേശിയാണ്. അപ്പൊ ഒരിക്കലും പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയ IAS ഓഫീസർ ആരാണ്? സുഹാസ് എദി രാജ്. ഏതിനാണ് മെഡൽ ലഭിച്ചത്? ബാഡ്മിന്റണിലാണ് മെഡൽ ലഭിച്ചത്. ഏത് മെഡലാണ് ലഭിച്ചത്? വെള്ളി മെഡൽ. ഏത് വർഷം? 2020 ടോക്കിയോയിൽ നടന്ന മത്സരം. സുഹാസ് എദി രാജ കർണാടക സ്വദേശിയാണ്. ടേബിൾ ടെന്നീസിൽ ഇന്ത്യക്ക് വേണ്ടി പാരാലിമ്പിക്സിൽ ആദ്യമായിട്ട് മെഡൽ നേടിയത് ഭവീന പട്ടേലാണ്. ആരാണ്? ഭവീന പട്ടേല്. ടേബിൾ ടെന്നീസിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയത് ആരാണ്? ഭവീന പട്ടേല്. അത് 2020 ടോക്കിയോയിൽ നടന്ന മത്സരത്തിലാണ്. 2020 ടോക്കിയോയിൽ നടന്ന മത്സരത്തില് ഏത് മെഡൽ ലഭിച്ചു വെച്ചാൽ വെള്ളി മെഡലാണ്. ഭവീന പട്ടേല് എവിടുത്തുകാരിയാണ്? ഗുജറാത്ത് സ്വദേശിനിയാണ്. ഗുജറാത്ത് സ്വദേശിനി. അപ്പൊ ഒരിക്കലും പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയ IAS ഓഫീസർ സുഹാസ് എദി രാജ. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ടേബിൾ ടെന്നീസിൽ മെഡൽ നേടിയത് ആരാണ്? ഭവീന പട്ടേലാണ്. ആരാണ്? ഭവീന പട്ടേല്. 2 പേർക്ക് ലഭിച്ച 2020 ടോക്കിയോയിൽ നടന്ന മത്സരത്തില് 2 പേർക്ക് ലഭിച്ചത് ഏത് മെഡലാണ്? വെള്ളി മെഡലാണ് ലഭിച്ചത്. ഭവീന പട്ടേല് ഗുജറാത്ത് സ്വദേശിനി. ഇനി സുഹാസ് എദി രാജ കർണാടക സ്വദേശിയാണ്. അപ്പൊ ഒരിക്കലും നോക്കാം. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയത് മുരളീകാന്ത് പേട്കർ. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണം നേടിയത് മുരളീകാന്ത് പേട്കർ. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയ വനിത ദീപ മാലിക്. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണം നേടിയ വനിത അവനി ലഖാര. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2 മെഡൽ നേടിയ ആദ്യ വനിത അവനി ലഖാര.
പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2 സ്വർണം നേടിയ ആദ്യ വനിത അവനി ലഹാര. പാരാലിമ്പിക്സിൽ തുടർച്ചയായി ഇന്ത്യക്ക് വേണ്ടി 2 സ്വർണം നേടിയ ആദ്യ വനിതയാണ് അവനി ലഖാര. ഇനി പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2 സ്വർണം നേടിയ ആദ്യ വ്യക്തി ദേവേന്ദ്ര ജജാരിയ. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2ാമത് സ്വർണം നേടിയ വ്യക്തി ദേവേന്ദ്ര ജജാരിയ. ടേബിൾ ടെന്നീസിൽ ഇന്ത്യക്ക് വേണ്ടി പാരാലിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയത് ഭവീന പട്ടേൽ. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ ആദ്യ IAS ഓഫീസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഹാസ് എദി രാജ്. ഹൈജമ്പിൽ ഇന്ത്യക്ക് വേണ്ടി പാരാലിമ്പിക്സിൽ ആദ്യമായി സ്വർണം നേടിയത് ആരാണ്? മാരിയപ്പൻ തങ്കവേലു. ഇനി ഇവിടെ നോക്കാം. അമ്പെയ്ത്തിൽ ഇന്ത്യക്ക് വേണ്ടി പാരാലിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയത് ഹർവീന്ദർ സിംഗ് ആണ്. ആരാണ്? ഹർവീന്ദർ സിംഗ്. അമ്പെയ്ത്തിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയത് ആരാണ്? ഹർവീന്ദർ സിംഗ്. ഹർവീന്ദർ സിംഗ് ലഭിച്ചത് വെങ്കല മെഡലാണ് ലഭിച്ചത്. ഏത് മെഡലാണ്? വെങ്കല മെഡൽ. അത് ഏത് വർഷം ചോദിച്ചാൽ 2020 ടോക്കിയോയിൽ നടന്ന മത്സരത്തിലാണ്. 2020 ടോക്കിയോയില് ഹർവീന്ദർ സിംഗ് എവിടത്തുകാരനാണ്? ഹരിയാന സ്വദേശിയാണ്. ഹരിയാന സ്വദേശി. അപ്പൊ ഒരിക്കലും അമ്പെയ്ത്തിൽ ഇന്ത്യക്ക് വേണ്ടി പാരാലിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയത് ആരാണ്? ഹർവീന്ദർ സിംഗ്. അത് ഏത് വർഷം? 2020 ടോക്കിയോയില്. 2020 ടോക്കിയോയില് ഏത് മെഡൽ ലഭിച്ചു? വെങ്കല മെഡൽ. ഹർവീന്ദർ സിംഗ് ഹരിയാന സ്വദേശി. ഇനി അമ്പെയ്ത്തിൽ ഇന്ത്യക്ക് വേണ്ടി പാരാലിമ്പിക്സിൽ ആദ്യമായി സ്വർണം നേടിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആര് തന്നെയാണ്? ഹർവീന്ദർ സിംഗ് തന്നെയാണ്. ഇദ്ദേഹത്തിന് സ്വർണം ലഭിക്കുന്നത് 2024 പാരീസിൽ നടന്ന മത്സരത്തിലാണ്. 2024 പാരീസില്. അപ്പൊ അമ്പെയ്ത്തിൽ ഇന്ത്യക്ക് വേണ്ടി പാരാലിമ്പിക്സിൽ ആദ്യമായി സ്വർണം നേടിയത് ആരാണ്? ഹർവീന്ദർ സിംഗ് ആണ്. ആരാണ്? ഹർവീന്ദർ സിംഗ്. ഏത് വർഷം? 2024 പാരീസില്. അപ്പൊ ഓർമ്മിച്ചിരിക്കുക ഈ 2 പോയിന്റുകൾ. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി അമ്പെയ്ത്തിൽ മെഡൽ ലഭിച്ചത് ആർക്കാണ്? ഹർവീന്ദർ സിംഗിന്. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി അമ്പെയ്ത്തിൽ ആദ്യമായി സ്വർണം നേടിയത് ആരെന്ന് ചോദിച്ചെങ്കിൽ ആര് തന്നെയാണ്? ഹർവീന്ദർ സിംഗ്. ഇനി തുടർച്ചയായി 2 പാരാലിമ്പിക്സില് ഇന്ത്യക്ക് വേണ്ടി ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ താരമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സുമിത് ആൻഡിൽ ആണ്. ആരാണ്? സുമിത് ആൻഡിൽ. തുടർച്ചയായി 2 പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ താരമാണ് ആര്? സുമിത് ആൻഡിൽ. ജാവലിൻ ത്രോയിൽ 2 സ്വർണം ലഭിച്ച മറ്റൊരാളുണ്ട്. ആരാണ്? ദേവേന്ദ്ര ജജാരിയ. ദേവേന്ദ്ര ജജാരിയക്ക് ലഭിച്ച 2004 ഏതൻസില് ഗോൾഡ് ലഭിച്ചു. 2016 റിയോ ഡി ജനീറോയില് ഗോൾഡ് ലഭിച്ചു. അത് തുടർച്ചയായിട്ടല്ല. പക്ഷെ ഇവിടെ തുടർച്ചയായി 2 പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് ആരാണ്? സുമിത് ആൻഡില്. സുമിത് ആൻഡില് 2020 ടോക്കിയോയിൽ നടന്ന മത്സരത്തിൽ ലഭിച്ചു. 2024 പാരീസിൽ നടന്ന മത്സരത്തിൽ ലഭിച്ചു. ഓർമ്മിച്ചിരിക്കുക. 2020 ടോക്കിയോയിലും 2024 പാരീസിലും. ഈ സുമിത് ആൻഡില് ഹരിയാന സ്വദേശിയാണ്. ഹരിയാന സ്വദേശി. അപ്പോ സുമിത് ആൻഡിലിന് ലഭിച്ച ജാവലിൻ ത്രോയില് C64ലാണ്. അപ്പൊ ഒരിക്കൽ തുടർച്ചയായി 2 പാരാലിമ്പിക്സില് ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടുന്ന ജാവലിൻ ത്രോ താരമാണ് ആര്? സുമിത് ആൻഡില്. അപ്പൊ ഒരിക്കലും നമുക്ക് നോക്കാം. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ ആദ്യ IAS ഓഫീസർ എന്ന് ചോദിച്ചാൽ സുഹാസ് എദി രാജ്. സുഹാസ് എദി രാജിന് ഏത് വർഷം? 2020 ടോക്കിയോയിൽ നടന്ന മത്സരം. ഏതിലാണ് മെഡൽ ലഭിച്ച? ബാഡ്മിന്റണില്. ഏത് മെഡലായിരുന്നു? വെള്ളി മെഡല്. സുഹാസ് എദി രാജ് കർണാടക സ്വദേശിയാണ്. ഇനി പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ടേബിൾ ടെന്നീസിൽ ആദ്യമായി മെഡൽ നേടിയത് ഭവീന പട്ടേലാണ്. അത് 2020 ടോക്കിയോയിൽ ഏത് മെഡലാണ്? വെള്ളി മെഡലാണ് ലഭിച്ചത്. പിന്നെ ഭവീന പട്ടേല് ഗുജറാത്ത് സ്വദേശിനിയാണ്. അമ്പെയ്ത്തിൽ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയത് ചോദിച്ചു കഴിഞ്ഞാൽ ഹർവീന്ദർ സിംഗ്. അത് 2020 ടോക്കിയോയിൽ ഏത് മെഡൽ ലഭിച്ചു? വെങ്കല മെഡൽ. ഇനി അമ്പെയ്ത്തിൽ ഇന്ത്യക്ക് വേണ്ടി പാരാലിമ്പിക്സിൽ ആദ്യമായി സ്വർണം നേടിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഹർവീന്ദർ സിംഗ് ആണ്. സ്വർണം ലഭിച്ച 2024 പാരീസിൽ നടന്ന മത്സരത്തില്. ഹർവീന്ദർ സിംഗ് ഹരിയാന സ്വദേശിയാണ്. ഇനി തുടർച്ചയായി 2 പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ജാവലിൻ ത്രോയില് സ്വർണം നേടിയ താരമാണ് സുമിത് ആൻഡില്. 2020 ടോക്കിയോയിൽ ലഭിച്ചു. 2024 പാരീസിലും ലഭിച്ചു. ഇന്ത്യക്ക് വേണ്ടി ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനത്തില് മെഡൽ നേടിയ ആദ്യ താരമാണ് പ്രീതി പാല്. ഒരിക്കലും പ്രീതി പാൽ. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ട്രാക്ക് ആൻഡ് ഫീൽഡില് മെഡൽ നേടിയ ആദ്യ താരമാണ് ആര്? പ്രീതി പാൽ. പ്രീതി പാലിന് മെഡൽ ലഭിച്ച 2024 പാരീസിൽ നടന്ന മത്സരത്തിലാണ്. 2024 പാരീസിൽ നടന്ന മത്സരത്തില് വനിതകളുടെ 100 മീറ്ററിലാണ് മെഡൽ ലഭിച്ചത്. വനിതകളുടെ 100 മീറ്ററിൽ ഏത് മെഡൽ ലഭിച്ചു? വെങ്കല മെഡൽ ലഭിച്ചു. ഏത് മെഡൽ? വെങ്കല മെഡൽ. ഇനി വനിതകളുടെ 100 മീറ്ററിലും ലഭിച്ചു. വനിതകളുടെ 200
200 മീറ്ററിലും പ്രീതി പാലിന് മെഡൽ ലഭിച്ചു. അതും ഏത് മെഡലാണ്? വെങ്കല മെഡലാണ്. പ്രീതി പാല ഉത്തർപ്രദേശ് സ്വദേശിനിയാണ്. ഇന്ത്യക്ക് വേണ്ടി പാരീസ് പാരാലിമ്പിക്സില് 2 മെഡൽ നേടിയ ഏക കായിക താരം ചോദിച്ചു കഴിഞ്ഞാലും ആര് തന്നെയാണ്? പ്രീതി പാലാണ്. 2 മെഡൽ നേടിയ ഏത് പാരാലിമ്പിക്സില്? ഇന്ത്യക്ക് വേണ്ടി പാരീസ് പാരാലിമ്പിക്സില്, അതായത് 2024 പാരീസ് പാരാലിമ്പിക്സില് 2 മെഡൽ നേടിയ ഏക കായിക താരമാണ് ആര്? പ്രീതി പാല്. അപ്പൊ പ്രീതി പാലിന്റെ പ്രത്യേകത പാരാലിമ്പിക്സിലെ ഇന്ത്യക്ക് വേണ്ടി ട്രാക്ക് ആൻഡ് ഫീൽഡില് മെഡൽ നേടിയ ആദ്യ താരമാണ് ആര്? പ്രീതി പാൽ. 100 മീറ്ററില് വെങ്കല മെഡൽ ലഭിച്ചു. 200 മീറ്ററിലും വെങ്കല മെഡൽ ലഭിച്ചു. പ്രീതി പാല് എവിടത്തുകാരിയാണ്? ഉത്തർപ്രദേശ് സ്വദേശിനിയാണ്. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ജൂഡോയിൽ ആദ്യമായി മെഡൽ നേടിയത് കപിൽ പർമാർ ആണ്. ആരാണ്? കപിൽ പർമാർ. അത് 2024 പാരീസിൽ നടന്ന മത്സരത്തിലാണ് കപിൽ പർമാറിന് മെഡൽ ലഭിച്ചത്. ഏത് മെഡലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെങ്കല മെഡലാണ് ലഭിച്ചത്. ഏത് മെഡലാണ്? വെങ്കല മെഡൽ. ഈ കപിൽ പർമാർ മധ്യപ്രദേശ് സ്വദേശിയാണ്. അപ്പൊ ഒരിക്കലും ജൂഡോയില് ഇന്ത്യക്ക് വേണ്ടി പാരാലിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയതാരാണ്? കപിൽ പർമാർ. ആരാണ്? കപിൽ പർമാർ. ഏത് മെഡലാണ് ലഭിച്ചത്? വെങ്കല മെഡലാണ് ലഭിച്ചത്. ഏത് മെഡല? വെങ്കല മെഡല്. പിന്നെ ഏത് വർഷം? 2024 പാരീസിൽ നടന്ന മത്സരത്തില് ഈ കപിൽ പർമാർ എവിടുത്തുകാരനാണ്? മധ്യപ്രദേശ് സ്വദേശിയാണ്. മധ്യപ്രദേശ് സ്വദേശി. അപ്പൊ ഒരിക്കലും നോക്കാം. തുടർച്ചയായി 2 പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുമിത് ആൻഡില്. ട്രാക്ക് ആൻഡ് ഫീൽഡിൽ ഇന്ത്യക്ക് വേണ്ടി പാരാലിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ താരമാണ് ആര്? പ്രീതി പാല്. പ്രീതി പാല് 2024 പാരീസിൽ നടന്ന മത്സരത്തിൽ 2 മെഡൽ ലഭിച്ചു. 100 മീറ്ററിൽ വെങ്കല മെഡൽ ലഭിച്ചു. 200 മീറ്ററിലും വെങ്കല മെഡൽ ലഭിച്ചു. ഇനി ജൂഡോയിൽ ഇന്ത്യക്ക് വേണ്ടി പാരാലിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയത് കപിൽ പർമാർ ആണ്. ആരാണ്? കപിൽ പർമാർ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ പങ്കെടുത്ത ഏക മലയാളി താരമാണ് സിദ്ധാർത്ഥ് ബാബു ആണ്. ആരാണ്? സിദ്ധാർത്ഥ് ബാബു. 2024 പാരീസ് പാരാലിമ്പിക്സിൽ പങ്കെടുത്ത ഏക മലയാളി ആരാണ്? സിദ്ധാർത്ഥ് ബാബു. സിദ്ധാർത്ഥ് ബാബു ഷൂട്ടിങ്ങിലാണ് പങ്കെടുത്തത്. ഏതാണ്? ഷൂട്ടിങ്ങിലാണ്. തിരുവനന്തപുരം സ്വദേശിയാണ്. തിരുവനന്തപുരം സ്വദേശി. ഇപ്പൊ താമസിക്കുന്നത് ബാംഗ്ലൂരാണ്. ഇപ്പൊ 2024 പാരീസ് പാരാലിമ്പിക്സിൽ പങ്കെടുത്ത ഏക മലയാളി താരം ആരാണ്? സിദ്ധാർത്ഥ് ബാബു. പാരാലിമ്പിക്സിലെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനം ഏത് വർഷവും ചോദിച്ചു കഴിഞ്ഞാൽ അത് 2024 പാരാലിമ്പിക്സിലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രകടനം ഏത് വർഷം? 2024. ഈ 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് 18ാം സ്ഥാനമായിരുന്നു. എത്ര സ്ഥാനമായിരുന്നു? 18ാം സ്ഥാനം. ഇന്ത്യക്ക് ടോട്ടൽ 29 മെഡൽ ലഭിച്ചു. എത്ര മെഡൽ ലഭിച്ചു? 29 മെഡൽ. അതിൽ 7 ഗോൾഡ്, 9 സിൽവർ, 13 ബ്രോൺസ്. അപ്പോൾ പാരാലിമ്പിക്സിലെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനം ഏത് വർഷവും ചോദിച്ചു കഴിഞ്ഞാൽ 2024 പാരീസിൽ നടന്ന മത്സരത്തില് ഇന്ത്യക്ക് എന്ന് എത്ര സ്ഥാനമായിരുന്നു? 18ാം സ്ഥാനമായിരുന്നു. ഇന്ത്യക്ക് ടോട്ടൽ ലഭിച്ച മെഡലുകളുടെ എണ്ണം 29. അതിലെ 7 ഗോൾഡ്, 9 വെള്ളി, 13 വെങ്കലം. ഇനി അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് 2024 പാരീസ് പാരാലിമ്പിക്സിൽ എത്ര മെഡൽ ലഭിച്ചു ചോദിച്ചാൽ 17 മെഡൽ ലഭിച്ചു. എത്ര മെഡൽ? 17 മെഡൽ. ഇപ്പൊ 2024 പാരാലിമ്പിക്സിന്റെ വേദി എവിടെയായിരുന്നു? പാരീസ് ആണ്. അപ്പോൾ പാരീസ് പാരാലിമ്പിക്സിന് ആദ്യമായിട്ട് വേദിയായത് 2024 പാരീസ് എവിടെയാണ്? ഫ്രാൻസിലാണ്. ഫ്രാൻസിൽ ഇതിനു മുമ്പ് പാരാലിമ്പിക്സ് നടന്നിട്ടുണ്ടെങ്കിലും പാരീസ് പാരാലിമ്പിക്സിന് വേദിയാവുന്നത് ആദ്യമായിട്ടാണ്. അത് ഏത് വർഷമാണ്? 2024. അപ്പൊ ഒരിക്കൽ ജൂഡോയിൽ ഇന്ത്യക്ക് വേണ്ടി പാരാലിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയത് കപിൽ പർമാർ. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ ആദ്യ IAS ഓഫീസർ സുഹാസ് എതി രാജ്. ടേബിൾ ടെന്നീസിൽ ഇന്ത്യക്ക് വേണ്ടി പാരാലിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയത് ഭവീന പട്ടേല്. തുടർച്ചയായി 2 പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സുമിത് ആൻഡിൽ. ഹൈ ജമ്പിൽ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയത് മാരിയപ്പൻ തങ്കവേലു. ട്രാക്ക് ആൻഡ് ഫീൽഡിൽ ഇന്ത്യക്ക് വേണ്ടി പാരാലിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയത് പ്രീതി പാലാണ്. ആരാണ്? പ്രീതി പാൽ. അമ്പെയ്ത്തിൽ ഇന്ത്യക്ക് വേണ്ടി പാരാലിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയത് ഹർവീന്ദർ സിംഗ്. അമ്പെയ്ത്തിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി പാരാലിമ്പിക്സിൽ സ്വർണം നേടിയത് ആര് തന്നെയാണ്? ഹർവീന്ദർ സിംഗ് ആണ്. ഇനി പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ജേതാവ് എന്നറിയപ്പെടുന്ന ശീതൾ ദേവിയാണ്. ആരാണ്? ശീതൾ ദേവി. 17ാമത്തെ വയസ്സിലാണ് ആർച്ചറിയിലാണ് മെഡൽ ലഭിച്ചത്. ഏതിലാണ്? ആർച്ചറി. അതായത് അമ്പെയ്ത്തിലാണ് മെഡൽ ലഭിച്ചത്. ഏത് മെഡലെന്ന് ചോദിച്ചാൽ വെങ്കല മെഡൽ ആയിരുന്നു. ശീതൾ ദേവി എവിടത്തുകാരിയാണ്? ജമ്മു കാശ്മീർ സ്വദേശിനിയാണ്. ജമ്മു കാശ്മീർ സ്വദേശിനി. അപ്പോൾ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടുന്ന
ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? ശീതൽ ദേവിയാണ്. ശീതൽ ദേവിക്ക് മെഡൽ ലഭിച്ചത് ഏത് വർഷം? 2024 പാരീസിൽ നടന്ന മത്സരത്തിൽ ഏതിനാണ് മെഡൽ ലഭിച്ചത്? ആർച്ചറിയിലാണ്, അതായത് അമ്പെയ്ത്തിലാണ് മെഡൽ ലഭിച്ചത്. ഏത് മെഡലായിരുന്നു? വെങ്കല മെഡൽ. ശീതൽ ദേവി ജമ്മു കാശ്മീർ സ്വദേശിനിയാണ്. അപ്പോൾ ഇത്രയാണ് പാരാലിമ്പിക്സ്. നമുക്ക് ഒരിക്കൽ കൂടെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവിഷൻ നടത്താം. അംഗവൈകല്യം സംഭവിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്ത് നടക്കുന്നത്? പാരാലിമ്പിക്സ്. ഒളിമ്പിക്സ് കഴിഞ്ഞ് അതേ വേദിയിലാണ് എന്ത് നടക്കുന്നത്? പാരാലിമ്പിക്സ്. പാരാലിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ലുഡ്വിഗ് ഗുഡ്മാൻ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നട്ടലിന് പരിക്കേറ്റ ആൾക്കാർക്ക് വേണ്ടിയിട്ട് 1948 സംഘടിപ്പിച്ച സ്റ്റോക്ക് മാൻഡിവില്ലി ഗെയിംസ് ആണ് പാരാലിമ്പിക്സിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. പാരാലിമ്പിക്സ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റി രൂപീകരിച്ച വർഷം 1989 സെപ്റ്റംബർ 22. ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്ന ജർമ്മനിയിലെ ബോൺ ആണ്. ആദ്യത്തെ പാരാലിമ്പിക്സ് നടന്ന വർഷം 1960. റോമില് 23 രാജ്യങ്ങൾ പങ്കെടുത്തു. പാരാലിമ്പിക്സിന് വേദിയായ ആദ്യ ഏഷ്യൻ നഗരമാണ് ടോക്കിയോ. അത് 1964. പാരാലിമ്പിക്സിൽ ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുത്ത വർഷം 1968 ഇസ്രായേലിലെ ടെൽ അവീവിൽ നടന്ന മത്സരത്തില്. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയത് മുരളീകാന്ത് പേട്കറിന് മെഡൽ ലഭിച്ചത് 1972 ഹൈഡൽബർഗിൽ നടന്ന മത്സരത്തില്. ഗോൾഡ് മെഡലാണ് ലഭിച്ചത്. നീന്തലിലാണ് ഇദ്ദേഹത്തിന് മെഡൽ ലഭിക്കുന്ന 50 മീറ്ററില്, അതായത് 37.33 സെക്കൻഡില് റെക്കോർഡ് ഇട്ടാണ് ഇദ്ദേഹം ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയത്. അപ്പോൾ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണം നേടിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? മുരളീകാന്ത് പേട്കർ. അപ്പോൾ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയതും പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണം നേടിയതും ആരാണ്? മുരളീകാന്ത് പേട്കർ. ഇദ്ദേഹം മഹാരാഷ്ട്ര സ്വദേശിയാണ്. 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്താണ് ഇദ്ദേഹത്തിന് അംഗവൈകല്യം സംഭവിച്ചത്. ഇനി പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയ വനിതയാണ് ദീപ മാലിക്കിന് മെഡൽ ലഭിച്ച 2016 റിയോ ഡി ജനീറോയിൽ നടന്ന മത്സരത്തില് വെള്ളി മെഡലാണ് ലഭിച്ച. ഷോട്ട് പുട്ടിലാണ് ദീപ മാലിക്കിന് മെഡൽ ലഭിച്ചത്. ദീപ മാലിക് ഹരിയാന സ്വദേശിനിയാണ്. ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ പാരാലിമ്പിക് വനിതയാണ് ദീപ മാലിക്. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണം നേടിയ വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനി ലഖാരയ്ക്ക് സ്വർണം ലഭിക്കുന്ന 2020 ടോക്കിയോയിൽ നടന്ന മത്സരത്തില് ഷൂട്ടിങ്ങിലാണ് മെഡൽ ലഭിച്ചത്. മീറ്റർ എയർ റൈഫിൾസിലാണ് മെഡൽ ലഭിച്ചത്. അവനി ലഖാര രാജസ്ഥാൻ സ്വദേശിനിയാണ്. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2 മെഡൽ നേടിയ ആദ്യ വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അവനി ലഖാരയ്ക്ക് 2 മെഡൽ ലഭിച്ചത് 2020 ടോക്കിയോയിൽ നടന്ന പാരാലിമ്പിക്സിൽ 10 മീറ്ററില് ഗോൾഡ് ലഭിച്ചു, 50 മീറ്ററില് ബ്രോൺസ് ലഭിച്ചു. ഇനി പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2 സ്വർണം നേടിയ ആദ്യ വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആര് തന്നെയാണ്? അവനി ലഖാരയ്ക്ക് 2020 ടോക്കിയോയിൽ ഗോൾഡ് ലഭിച്ചു. 2024 പാരീസിൽ നടന്ന മത്സരത്തിലും ഗോൾഡ് ലഭിച്ചു. തുടർച്ചയായി പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2 സ്വർണം നേടിയ ആദ്യ വനിതയാണ് അവനി ലഖാര. ഏതൊക്കെ വർഷം? 2020 ടോക്കിയോയിലും 2024 പാരീസിലും. ഇനി പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2 സ്വർണം നേടിയ ആദ്യ വ്യക്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദേവേന്ദ്ര ജജാരിയ. അദ്ദേഹത്തിന് മെഡൽ ലഭിച്ച 2004 ഏതൻസിലാണ് മെഡൽ ലഭിച്ചത്. 2004 ഏതൻസിൽ ലഭിച്ചു. പിന്നെ 2016 റിയോ ഡി ജനീറോയിൽ നടന്ന മത്സരത്തിൽ ലഭിച്ചു. ജാവലിൻ ത്രോയിലാണ് ദേവേന്ദ്ര ജജാരിയയ്ക്ക് ഗോൾഡ് മെഡൽ ലഭിച്ച. ഇദ്ദേഹം രാജസ്ഥാൻ സ്വദേശിയാണ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ: പത്മശ്രീ ലഭിച്ച ആദ്യ പാരാലിമ്പിക്സ് താരം, പത്മഭൂഷൺ ലഭിച്ച ആദ്യ പാരാലിമ്പിക്സ് താരം, ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ പാരാലിമ്പിക്സ് താരം, പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2ാമത് സ്വർണം നേടിയ വ്യക്തി, പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2 സ്വർണം നേടിയ ആദ്യ വ്യക്തിയുമാണ് ദേവേന്ദ്ര ജജാരിയ. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ഹൈ ജമ്പിൽ ആദ്യമായി സ്വർണം നേടിയത് മാരിയപ്പൻ തങ്കവേലുവാണ്. മാരിയപ്പൻ തങ്കവേലു തമിഴ്നാട് സ്വദേശിയാണ്. ഇദ്ദേഹത്തിന് ഗോൾഡ് ലഭിക്കുന്ന 2016 റിയോ ഡി ജനീറോയിൽ നടന്ന മത്സരത്തില്. മാരിയപ്പൻ തങ്കവേലുവിന് പത്മശ്രീ ലഭിച്ച വർഷം 2017. മാരിയപ്പൻ തങ്കവേലുവിന് ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് 2020. മാരിയപ്പൻ തങ്കവേലുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഇറങ്ങിയ സിനിമയാണ് മാരിയപ്പൻ എന്ന സിനിമ. ഈ സിനിമ ഡയറക്ട് ചെയ്ത ഐശ്വര്യ ധനുഷ്. ഈ സിനിമയില് മാരിയപ്പൻ തങ്കവേലുവായിട്ട് അഭിനയിച്ചത് സന്തോഷ് വേലുമുരുകൻ. തുടർച്ചയായി 3 പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ അത്ലറ്റ് ആണ് മാരിയപ്പൻ തങ്കവേലു. 2016 റിയോ ഡി ജനീറോയില് ഗോൾഡ് ലഭിച്ചു. 2020 ടോക്കിയോയില് വെള്ളി മെഡൽ ലഭിച്ചു. 2024 പാരീസിൽ നടന്ന മത്സരത്തില് വെങ്കല മെഡൽ ലഭിച്ചു. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയ IAS ഓഫീസറാണ് സുഹാസ് എതി രാജ. ബാഡ്മിന്റണിലാണ് മെഡൽ ലഭിക്കുന്ന. 2020 ടോക്കിയോയിൽ നടന്ന മത്സരത്തില് വെള്ളി മെഡലാണ് ലഭിച്ചത്. സുഹാസ് എതി രാജ കർണാടക സ്വദേശി. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ടേബിൾ ടെന്നീസിൽ
ആദ്യമായി മെഡൽ നേടിയത് ഭവീന പട്ടേലാണ്. ഭവീന പട്ടേലിന് ലഭിച്ചത് 2020 ടോക്കിയോയിൽ നടന്ന മത്സരത്തിൽ വെള്ളി മെഡലാണ് ലഭിച്ചത്. ഭവീന പട്ടേൽ ഗുജറാത്ത് സ്വദേശിനിയാണ്. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി അമ്പെയ്ത്തിൽ ആദ്യമായി മെഡൽ ലഭിച്ചത് ഹർവീന്ദർ സിംഗ് ആണ്. ഹർവീന്ദർ സിംഗിന് മെഡൽ ലഭിച്ചത് 2020 ടോക്കിയോയിൽ നടന്ന മത്സരത്തിൽ വെങ്കല മെഡലാണ് ലഭിച്ചത്. അമ്പെയ്ത്തിൽ ഇന്ത്യക്ക് വേണ്ടി പാരാലിമ്പിക്സിൽ ആദ്യമായി സ്വർണം നേടിയത് ആരും ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? ഹർവീന്ദർ സിംഗ് ആണ്. അത് 2024 പാരീസിൽ നടന്ന മത്സരത്തിലാണ് ഇദ്ദേഹത്തിന് ഗോൾഡ് ലഭിക്കുന്നത്. ഇദ്ദേഹം ഹരിയാന സ്വദേശിയാണ്. തുടർച്ചയായി 2 പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ താരമാണ് സുമിത് ആൻഡിൽ. 2020 ടോക്കിയോയിലും 2024 പാരീസിലും. സുമിത് ആൻഡിൽ ഹരിയാന സ്വദേശി. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ട്രാക്ക് ആൻഡ് ഫീൽഡിൽ ആദ്യമായിട്ട് മെഡൽ നേടിയത് പ്രീതി പാലാണ്. പ്രീതി പാലിന് മെഡൽ ലഭിച്ച 2024 പാരീസിൽ നടന്ന മത്സരത്തിൽ 100 മീറ്ററിൽ വെങ്കല മെഡൽ ലഭിച്ചു, 200 മീറ്ററിൽ വെങ്കല മെഡൽ ലഭിച്ചു. ഈ പ്രീതി പാല ഉത്തർപ്രദേശ് സ്വദേശിനിയാണ്. ജൂഡോയില് പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയത് കപിൽ പർമാറാണ്. 2024 പാരീസിൽ നടന്ന മത്സരത്തിൽ വെങ്കല മെഡലാണ് കപിൽ പർമാറിന് ലഭിക്കുന്നത്. കപിൽ പർമാർ മധ്യപ്രദേശ് സ്വദേശിയാണ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ പങ്കെടുത്ത ഏക മലയാളി താരമാണ് സിദ്ധാർത്ഥ് ബാബു. സിദ്ധാർത്ഥ് ബാബു ഷൂട്ടിങ്ങിലാണ് മത്സരിച്ചത്. സിദ്ധാർത്ഥ് ബാബു തിരുവനന്തപുരം സ്വദേശിയാണ്. ഇനി പാരാലിമ്പിക്സിലെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനം ഏത് വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 പാരീസിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യക്ക് ടോട്ടൽ 29 മെഡൽ ലഭിച്ചു. ഇന്ത്യക്ക് എന്ന 18ാം സ്ഥാനമായിരുന്നു. അതായത് 7 ഗോൾഡ് ലഭിച്ചു, 9 സിൽവർ, 13 ബ്രോൺസ്, ടോട്ടൽ 29 മെഡൽ. അത്ലറ്റിക്കിൽ ഇന്ത്യ 17 മെഡൽ കരസ്ഥമാക്കി 2024. പാരീസ് പാരാലിമ്പിക്സിന് ആദ്യമായിട്ടാണ് വേദിയാവുന്നത് ഏത് വർഷം? 2024. പാരാലിമ്പിക്സിൽ മെഡൽ നേടുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ശീതൽ ദേവി. 17ാമത്തെ വയസ്സിലാണ് മെഡൽ ലഭിച്ചത്. വെങ്കല മെഡലാണ് ലഭിച്ചത്. അമ്പെയ്ത്തിലാണ് മെഡൽ ലഭിച്ചത് 2024 പാരീസിൽ നടന്ന മത്സരത്തിൽ. ശീതൽ ദേവി ജമ്മു കാശ്മീർ സ്വദേശിനിയാണ്.